ഞാൻ AI യൂസ് ചെയ്തിട്ട് എങ്ങനെ പൈസ ഉണ്ടാക്കി എന്നുള്ളതും ആൻഡ് ഇതുപോലെയുള്ള AI ടൂൾസ് ഏറ്റവും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതും നിങ്ങൾക്കത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഇൻകം ഒരു സൈഡായിട്ടോ പാസീവായിട്ടോ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു 5 AI ടൂൾസിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു 5 AI ടൂൾസിൽ അഞ്ചാമത്തെ AI ടൂൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു അടിപൊളി സാധനം തന്നെയാണ്. ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് അത്യാവശ്യം ഒരു ഇൻകം സൈഡായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതിന്റെ വീഡിയോയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം നമുക്ക് ആദ്യം AI ടൂൾസ് പഠിക്കണം. പിന്നെ അതുപോലെ തന്നെ ആ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ ആ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് വേറെ ക്ലയന്റിനെ കണ്ടുപിടിക്കണം. ആ ക്ലയന്റിനെ കണ്ടുപിടിച്ചിട്ട് അവർക്ക് ഈ ഒരു AI ടൂൾസ് വെച്ചിട്ട് നമ്മുടെ ആ ഒരു അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവും. സോ അതിനുള്ള സൊല്യൂഷൻ ആയിട്ടായിരിക്കും നമ്മൾ ഈ AI ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് അവരുടെ ഒന്നല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് ആയിരിക്കും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളായിരിക്കും ഇതിനകത്ത് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പൊ ഈ AI ടൂൾസ് ഒക്കെ എങ്ങനെ യൂസ് ചെയ്യണം, അത് യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഞാൻ ക്ലയന്റിനെ കണ്ടുപിടിക്കുന്നത് എന്നുള്ളതും ഈ ഒരു പ്രോസസ് കംപ്ലീറ്റ് പ്രോസസ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് AI ടൂൾസിനെ കുറിച്ച് അറിയാമെന്നുള്ളതാണ്. അത് എന്തായാലും അറിഞ്ഞിരിക്കണം. ദാറ്റ്സ് എ സ്കിൽ. AI ടൂൾസ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ഇതുപോലുള്ള സ്കിൽസ് നമുക്ക് പഠിക്കാം. സോ ഞാൻ പഠിച്ച കാര്യം എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഇഡാപ്റ്റിന്റെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് കോഴ്സ് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ കയറി അവരുടെ കോഴ്സ് പഠിച്ചത് എൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടി. ആൻഡ് പക്ഷേ നിങ്ങളോട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല ഈ സാധനം പഠിക്കാൻ. കാരണം നിങ്ങൾക്ക് ഇന്ന് യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലൊക്കെ കയറി റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ AI ടൂൾസിനെ കുറിച്ച് പഠിക്കാൻ പറ്റും. യൂട്യൂബിലാണെങ്കിൽ ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു AI ടൂളിൽ മാസ്റ്റർ ആവുക. അതായത് ChatGPT, പിന്നെ അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഉണ്ട്, ജെമിനി, അങ്ങനെയുള്ള എല്ലാ ടൂൾസും, മിഡ് ജേണി, ഇങ്ങനത്തെ എല്ലാ ടൂൾസിനെ കുറിച്ച് നിങ്ങൾ ശരിക്കും റിസർച്ച് ചെയ്യുക, അത് യൂസ് ചെയ്യുക, അത് യൂസ് ചെയ്തിട്ട് പല പല കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ആൻഡ് അതൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ടെസ്റ്റിമോണിയൽ പോലെ കുറേ പ്രൊഡക്ട്സിന്റെ ഫോട്ടോസും അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫി റിലേറ്റഡും അങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങൾ, പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിനൊക്കെ ഓരോന്നും ട്രൈ ഔട്ട് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ക്യാൻവയിലാണെങ്കിൽ ഒരുപാട് AI ടൂൾസ് ഉണ്ട്. സോ ആ AI ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് അത് യൂസ് ചെയ്ത് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം അത് നിങ്ങൾ ഒരു പോർട്ട്ഫോളിയോ ആയിട്ട് ഉണ്ടാക്കുക. പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആണ്. ക്യാൻവയിൽ പോർട്ട്ഫോളിയോ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോർട്ട്ഫോളിയോ കിട്ടും. അതിനകത്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് നിങ്ങൾ AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ചെയ്ത പ്രൊജക്ട്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഈ AI ടൂൾസ് വെച്ചിട്ടുള്ള പ്രൊജക്ട്സ് എവിടെ അവിടെ ഷോക്കേസ് ചെയ്തിട്ട് നിങ്ങൾ ഈ പറഞ്ഞു. അതാണ് ഫസ്റ്റ് പ്രശ്നം എന്ന് പറയുന്നത്. നിങ്ങൾ ആ ഒരു സ്കില്ല് പഠിക്കുക. AI ടൂൾസ് യൂസ് ചെയ്തിട്ടുള്ള ഓരോ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതുകൊണ്ടുള്ള യൂസ് കേസ്, ഇതിന്റെ ബെനിഫിറ്റ്സ് ഒക്കെ മനസ്സിലാക്കി ഇത് യൂസ് ചെയ്യാൻ അറിയായിരിക്കണം. പിന്നെ അതുപോലെ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രൊജക്ട്സ് ഒക്കെ ചെയ്യുക സ്വന്തമായിട്ട്. ഒന്നല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഡിസൈനിങ് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ പോസ്റ്റേഴ്സ് ഡിസൈൻ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള ഒരുപാട് ടൂൾസ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ വീഡിയോയിൽ. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ട് അപ്പം എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ലെസൺ പഠിച്ചു. അതായത് നമ്മൾ AI ടൂൾസ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് പ്രോസസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടൂൾ യൂസ് ചെയ്യാൻ അറിയാം. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ മറ്റുള്ളവരുടെ ഏതെങ്കിലും ഒരു ബിസിനസിന്റെ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കാനും നമുക്കറിയാം. പക്ഷെ നമുക്ക് ഇല്ലാത്തൊരു സാധനം, നമുക്ക് സ്കിൽ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള സൊല്യൂഷൻ കൊടുക്കാനുള്ള ക്ലയൻസ് ഇല്ല. സോ ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഫോർ ക്ലയൻസ്. അതായത് സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയൻസിനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. ഇങ്ങനെ ക്ലയൻസിനെ കണ്ടുപിടിക്കുക, അതിനും ഭയങ്കര ഈസി ആയുള്ള പ്രോസസ്സേ ഉള്ളൂ. ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി ആണെന്ന് ഞാൻ പറയില്ല. കാരണം അതിന് അതിൻ്റെതായ സമയം എടുക്കും. ഹൗ ടു പുട്ട് ഇൻ ദ വർക്ക്, അതാണ് മെയിനായിട്ടുള്ള കാര്യം. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലയന്റിനെ കണ്ടുപിടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയക്കാം. ഇഷ്ടംപോലെ ഗൂഗിൾ മൈ ബിസിനസ്സിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഗൂഗിൾ മാപ്പിൽ കയറി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഡെന്റിസ്റ്റിന്റെ അടുത്താണ് നിങ്ങളുടെ സർവീസ് ഓഫർ ചെയ്യണമെങ്കിൽ ഡെന്റിസ്റ്റ് നിയർ കേരള, അല്ലെങ്കിൽ ഡെന്റിസ്റ്റ് നിയർ എറണാകുളം, ഡെന്റിസ്റ്റ് നിയർ തിരുവനന്തപുരം, അങ്ങനെ ഏത് സ്ഥലം വേണമെങ്കിലും നമുക്ക് ലൊക്കേറ്റ് ചെയ്തിട്ട് ആ ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ആയിട്ട് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ഡെന്റിസ്റ്റിന്റെ ലിസ്റ്റിംഗ്സ് കാണിക്കും. അവിടെ നിന്ന് ഓരോരുത്തർക്കും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക, അവർ കോൺടാക്ട് ചെയ്യുക. അങ്ങനെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവരായിട്ട് സംസാരിക്കാം. നമ്മളിങ്ങനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള രീതിയിൽ സംസാരിച്ച് അവിടെ ഡീല് ക്ലോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വർക്ക് എടുക്കാം. സെക്കൻഡ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ സ്വന്തമായിട്ട് ഇതുപോലെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിടാം. ഫ്രീ ആയിട്ടുള്ള കോണ്ടന്റ്സ്. ഞാനിങ്ങനെ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ AI ടൂൾസ് യൂസ് ചെയ്യുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ദിസ് ഇസ് ഡേ വൺ ഓഫ് ലേണിംഗ് AI ടൂൾസ്. ഡിഫറെന്റ് AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെ ഞാൻ ഇത് വെച്ചിട്ട് പല ബിസിനസ്സുകളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇതിന്റെ സർവീസ് ആവശ്യമാണെന്ന് ജസ്റ്റ് കോൺടാക്ട് ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിടാം. സോ ഇതാണ് സെക്കൻഡ് വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ. തേർഡ് വേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെയ്ഡ് അഡ്വർടൈസിംഗ് ചെയ്യാം. അതായത് ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലാണെങ്കിലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഉണ്ടാക്കാം. അതായത് ഞാൻ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഇതൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ള പ്രോജക്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഇതുപോലെ തന്നെ എൻ്റെ സർവീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള രീതിയിൽ വാട്സപ്പിലേക്ക് എൻക്വയറി വയ്ക്കുക, അല്ലെങ്കിൽ ലീഡ് ഫോം വയ്ക്കുക, അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ഫേസ്ബുക്ക് അഡ്വർടൈസിങ്ങോ അല്ലെങ്കിൽ യൂട്യൂബിൽ അഡ്വർടൈസിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ക്ലയന്റിനെ കിട്ടും. ഇതുപോലത്തെ വഴികൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ക്ലയന്റിനെ കിട്ടാൻ പറഞ്ഞാൽ പെയ്ഡ് അഡ്വർടൈസിംഗ് ചെയ്യാൻ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒന്നല്ലെങ്കിൽ കോൾ ഔട്ട് ചെയ്യുക, നേരിട്ട് മെസ്സേജ് അയക്കുക കമ്പനീസിന്, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുക. അതുപോലെ വീഡിയോ കോണ്ടന്റ് ഉണ്ടാക്കിയെടുക്കുക. ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം പെട്ടെന്ന് റീച്ച് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഭയങ്കര ഈസി ആയിട്ട് പ്രോസസ്സാണ്, നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ഒക്കെ ഇട്ട് എന്ത് ചെയ്യുക, കുറെ ഫോളോവേഴ്സിനും എൻഗേജ്മെന്റും ഒക്കെ കൂട്ടിക്കൊണ്ടുവരിക. എന്നിട്ട് ഞങ്ങൾ ഇതൊരു സർവീസ് ആയിട്ട് ഓഫർ ചെയ്യുന്നുണ്ടെന്നുള്ള രീതിയിൽ പിച്ച് ചെയ്യുക. അപ്പോൾ പലരും നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ കണ്ടിട്ട് തന്നെ നിങ്ങളുടെ വീഡിയോ ക്വാളിറ്റി ഒക്കെ കണ്ടിട്ട് സ്വാഭാവികമായിട്ട് ആൾക്കാർ ഇഷ്ടം പോലെ നിങ്ങളുടെ മെസ്സേജ് അയക്കും ആൻഡ് ഈ ഒരു സർവീസ് ഓഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ക്ലയൻസിനെ കിട്ടി, നമ്മൾ സ്കില്ല് പഠിച്ചു, ക്ലയൻസിനെ കിട്ടി, ഇനി അവർക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. അവരെ നിങ്ങൾക്കറിയാവുന്ന എന്ത് സർവീസ് ആണോ അത് അവർക്ക് ഓഫർ ചെയ്യാം. അതിപ്പോ പല രീതിയിലുള്ള AI ടൂൾസ് ഉണ്ട്. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ ഇതാണ്, അങ്ങനെ
ഇ കൊമേഴ്സിന്റെ ഒരു സംഭവമാണ് ചെയ്യണമെങ്കിൽ അതിനകത്ത് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷൻ, പിന്നെ അതുപോലെ തന്നെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി, ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഡിഫറെന്റ് AI ടൂൾസ് യൂസ് ചെയ്യാം. സോ അതിന് ഏതൊക്കെ AI ടൂൾസ് ആണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. ഒരു 5 AI ടൂൾസ് ഞാൻ പറയുന്നുണ്ട്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള AI ടൂൾസ് ആണ്. ഞാൻ പേഴ്സണലി ഒരുപാട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ക്ലയൻസിനും കിട്ടി, നമുക്ക് AI ടൂൾസ് യൂസ് ചെയ്യാനും അറിയാം. പിന്നെ എന്താണ്, വേറെ ഒന്നും ചെയ്യാനില്ല. ഈ ക്ലയൻസിന് നമ്മൾ ചെയ്ത പോലെ നമ്മൾ ചെയ്തു വെച്ച പ്രൊജക്ട്സ് വെച്ചിട്ട് എന്ത് ചെയ്യാം, അതുപോലെ ഇവർക്കും ചെയ്ത് റിസൾട്ട് ഉണ്ടായി കൊടുക്കുക. അതൊന്നും അല്ലെങ്കിൽ അഡ്വർടൈസിംഗിന്റെ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഗ്രാഫിക് ഡിസൈനിങ് എന്നുള്ള രീതിയിലായിരിക്കും, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി എന്നുള്ള രീതിയിലായിരിക്കും. അങ്ങനെ ഏത് രീതിയിലാണോ നിങ്ങൾക്ക് ഏത് ടൂളാണോ അറിയാവുന്നത് ആ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവർക്ക് ക്ലയൻസിന് റിസൾട്ട് ഉണ്ടാക്കി എടുക്കുക, കൊടുക്കുക, അത് ചെയ്തു കൊടുക്കുക. അത് ചെയ്തു കൊടുക്കുമ്പോൾ അവരെന്ത് ചെയ്യും, നിങ്ങൾക്ക് പേയ്മെന്റ് വരും. ദിസ് ഈസ് ഹൗ യു ക്യാൻ ഡു ദിസ് ഗൈസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് AI ടൂൾസ് യൂസ് ചെയ്തിട്ട് ക്ലയൻസിന് പല വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്. ആൻഡ് ദിസ് ഇസ് ദ ആക്ച്വൽ പ്രോസസ് ഓഫ് ദിസ്. പിന്നെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ഈ 5 AI ടൂൾസ് ഏതൊക്കെയാണല്ലേ. ആൻഡ് ഈ വീഡിയോയുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഇതാണ്. അതായത് ഈ 5 AI ടൂൾസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് യൂസ് ചെയ്തിട്ട് നല്ലൊരു ഇൻകത്തിലേക്ക് എത്താൻ പറ്റും. അതിനകത്ത് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ ചാറ്റ് GPT ആണ്. ഈ ചാറ്റ് GPT കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാറിയണം. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇഷ്ടംപോലെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ജസ്റ്റ് റൈറ്റ് എ സ്റ്റോറി ഫോർ, ജസ്റ്റ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് പെട്ടെന്ന് പോണവരുണ്ട്. അങ്ങനെ എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ കോമൺ ലാംഗ്വേജ്. പക്ഷെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു റോൾ സെറ്റ് ചെയ്യണോ, ആൻഡ് അതിനുള്ള പ്രോബ്ലം ഇതൊക്കെയാണ്. ആസ് എ കോപ്പി റൈറ്റർ, അല്ലെങ്കിൽ ആസ് എ കണ്ടന്റ് റൈറ്റർ, അല്ലെങ്കിൽ ആസ് എ സ്റ്റോറി ടെല്ലർ എന്നൊക്കെ പറഞ്ഞ ഒരു റോള് കൊടുക്കുന്നു. ആ റോള് വെച്ചിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാണ്, പിന്നെ നിങ്ങൾ പറയാണ് ഒരു സ്റ്റോറി വേണം, അത് കോമഡി രീതിയിലാണ് വേണ്ടത്, പിന്നെ അതിന്റെ നെറേറ്റീവ് ഇങ്ങനെയായിരിക്കണം, അതിന്റെ അതിനകത്ത് സംസാരിക്കേണ്ട രീതികൾ ഇങ്ങനെയായിരിക്കണം, പിന്നെ അതിന്റെ വോയിസ് ഓവർ വേണം, അതിന്റെ സ്ക്രിപ്റ്റ് വേണം, അതുപോലെ അതിനകത്ത് വേണ്ട ഇമേജസ് ഇന്നതൊക്കെയാണ്. നിങ്ങൾ ബുക്ക് എഴുതാൻ പോകണം. അപ്പൊ അങ്ങനെയുള്ള എല്ലാ രീതിയിലും എത്രത്തോളം നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് കൊടുക്കണം, അത്രത്തോളം നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള റിസൾട്ട് ചാറ്റ് GPT ഉണ്ടാക്കി തരും. അതാണ് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പഠിച്ചാലുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗെ കുറിച്ചൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ മതി. എങ്ങനെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ചെയ്യണം, ചാറ്റ് GPT അടുത്ത് എങ്ങനെയാണ് നല്ല രീതിയിൽ റെസ്പോൺസ് കിട്ടേണ്ടതെന്നുള്ള ജസ്റ്റ് റിസർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി കഴിഞ്ഞാൽ കിട്ടും. സോ സെക്കൻഡ് AI ടൂൾസ് ഉണ്ട്. സെക്കൻഡ് AI ടൂൾ അതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെമിനി നിങ്ങൾക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുമ്പോൾ ചാറ്റ് GPT എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ വെർഷൻ ആയി യൂസ് ചെയ്യണം. പക്ഷെ അതേസമയം ജെമിനി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് റെസ്പോൺസ് കിട്ടും. അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ വെച്ചിട്ടാകുമ്പോൾ കുറച്ചും കൂടെ നല്ലൊരു റെസ്പോൺസ് കിട്ടാനുള്ള ചാൻസ് എപ്പോഴും കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാൻ ജെമിനി യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ മൂന്നാമത്തെ AI ടൂളാണ് 11 ലാബ്സ്. 11 ലാബ്സ് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാം. വോയിസ് ഓവർ എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു ബുക്ക് എഴുതി എന്ന് പറഞ്ഞില്ലേ, ഇപ്പോൾ ആസ് എ സ്ക്രിപ്റ്റ് റൈറ്റർ, അല്ലെങ്കിൽ ആസ് എ സ്റ്റോറി ടെല്ലർ, കോമഡി സ്റ്റോറി ടെല്ലർ എന്ന് വെച്ചിട്ട് നമ്മളൊരു ബുക്ക് ഒക്കെ എഴുതി പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് വെച്ചിട്ട്. നിങ്ങൾക്ക് അതിന്റെ വോയിസ് ഓവർ ചെയ്യണം. വോയിസ് ഓവർ ചെയ്യാൻ ഒരാളില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ 11 ലാബ്സ് എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ വോയിസ് ഓവർ കൊടുത്ത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് അത് എന്ത് ചെയ്യാം, ഒരു ബുക്കായിട്ട് എന്ത് ചെയ്യാം, ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ ചിലപ്പോൾ വീഡിയോസ് ആയിട്ടോ, അല്ലെങ്കിൽ ഇപ്പോൾ വീഡിയോസ് ഒക്കെ ഉണ്ടായ ഇഷ്ടംപോലെ AI ടൂൾസ് ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, Leonardo.ai എന്ന് പറഞ്ഞ ടൂളൊക്കെ യൂസ് ചെയ്തിട്ട് ഇമേജസ് ഒക്കെ ജനറേറ്റ് ചെയ്ത് അതിനെ ആനിമേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്റ്റോറി ടെല്ലിംഗ് യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങാം. ഇറ്റ് ടേക്സ് ടൈം, സമയം എടുക്കും ഈ പ്രോസസ് ഒക്കെ ചെയ്ത് വരാൻ വേണ്ടിയിട്ട്. ദിസ് ഇസ് നോട്ട് ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം. ഇത് പെട്ടെന്ന് ഒരു ഗെറ്റ് റിച്ച് ക്വിക്ക് സ്കീം പോലെ നിങ്ങൾ ചിന്തിക്കരുത്. സമയം എടുത്ത് എന്ത് ചെയ്യാം, ഗ്രാജുവലി ഗ്രോത്ത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം നിങ്ങൾക്ക് അതിനെ ഇൻകം സോഴ്സ് ആക്കി മാറ്റാനും പറ്റും. സോ ഇതാണ് മൂന്നാമത്തെ ടൂൾ എന്ന് പറയുന്നത്. നാലാമത്തെ വെബ്സൈറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്യൂറബിൾ എന്നാണ് ഈ ഒരു സൈറ്റിന്റെ പേര്. ഡ്യൂറബിൾ എന്ന് പറഞ്ഞ സൈറ്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഒരു ജസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ ഗൂഗിൾ മൈ ബിസിനസ് ഒക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചിലപ്പോൾ പല ഇപ്പൊ ഡെന്റിസ്റ്റ് നിയർ മീ അടിച്ചു കൊടുക്കുമ്പോൾ ഡെന്റിസ്റ്റുകൾ ലിസ്റ്റ് വരും. അപ്പൊ അതിനകത്ത് പലർക്കും വെബ്സൈറ്റ് പോലും ഉണ്ടാവില്ല. അപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡ്യൂറബിൾ എന്ന് പറഞ്ഞ സൈറ്റ് യൂസ് ചെയ്യാം. ഡ്യൂറബിളിന്റെ സൈറ്റിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ എന്ത് സൈറ്റാണ് ഉണ്ടാക്കാൻ പോണേ ആ സൈറ്റിന്റെ പേര്. ഇപ്പൊ ഡെന്റിസ്റ്റിന് ഒരു പേഴ്സണൽ വെബ്സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പോകണമെങ്കിൽ ഡെന്റിസ്റ്റിന് അടിച്ചു കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ അവരെ ലൊക്കേഷൻ അടിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് ഓക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സൈറ്റ് അവർ തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എഡിറ്റിംഗ്സ് ഒക്കെ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു സൈറ്റ് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സൈറ്റാണ് Flare.ai എന്ന് പറഞ്ഞാൽ. നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്ത് കൊടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫേസ്ബുക്കിന്റെ മാർക്കറ്റ് പ്ലേസിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കുറെ ആൾക്കാർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്റ്റ് ഉണ്ട്. പക്ഷെ അവർക്ക് പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ പ്രൈസിങ്ങോ കാര്യങ്ങളോ മുടക്കാനോ ക്യാമറാമാനെ സെറ്റ് ചെയ്യാനോ വലിയ പടമായിരിക്കും. പക്ഷെ Flare.ai എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഈ ഒരു സാധനം അവരുടെ പ്രൊഡക്റ്റിന്റെ ഫോട്ടോ മാത്രം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ട് ഈ ഒരു ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ടുള്ള ശരിക്കും ഒരു പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫി ചെയ്യണ പോലെ പക്കയായിട്ടുള്ള ഫോട്ടോസ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആൻഡ് ഈ ഒരു AI ടൂൾ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് എനിക്ക് ഇഷ്ടംപോലെ പ്രൊജക്ട്സും ഇ-കൊമേഴ്സിന്റെ പ്രൊജക്ട്സ് ഒക്കെ വരുമ്പോൾ ഞാൻ അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. കാരണം ഇപ്പോൾ ക്ലയൻസിനാണെങ്കിൽ പോലും എനിക്ക് സ്വന്തമായിട്ട് ഇ-കൊമേഴ്സ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണെങ്കിൽ പോലും ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ Flare.ai എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്തിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയിട്ട് ഇടാറാണ് പതിവ്. അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ സൈഡിൽ കാണണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കുറച്ച് അഡ്വാൻറ്റേജ്. ഇത്ര അടിപൊളിയായിട്ടുള്ള നല്ല നല്ല ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തരും. കാരണം
ഇത് എനിക്ക് ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിട്ട് തോന്നി. അതാണ് അത് മാത്രമല്ല, ഇത് ഫ്രീ ആയിട്ടുള്ള ഒരു ടൂളും കൂടിയാണ്. ഈ ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ AI ടൂൾസ് നമ്മൾ അറിയാനുണ്ട്. ഞാനാണെങ്കിലും ഇപ്പോഴും കുറെ കാര്യങ്ങൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ AI ടൂൾസ് പുതിയതായിട്ട് വരുന്നുണ്ട്, ഇതൊക്കെ എങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, ഇതിനൊക്കെ എങ്ങനെ ലിവറേജ് എടുത്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഇൻകം സോഴ്സ് ബിൽഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചും, അതുപോലെ തന്നെ പല പല എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ആഡ്സ് ട്രൈ ചെയ്യാൻ പോകണം. ഫേസ്ബുക്ക് ആഡ്സിൽ ലീഡ്സ് എങ്ങനെ ജനറേറ്റ് ചെയ്യാം, അതുപോലെ ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു സംഭവമാണ് ഫേസ്ബുക്ക് ആഡ്സിൽ ലീഡ്സ് ജനറേറ്റ് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആ ഒരു ലീഡ്സ് ട്രൈ ഔട്ട് ചെയ്യുന്ന സംഭവം ആൻഡ് എന്റെ കുറെ എക്സ്പെരിമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ അടുത്ത വീഡിയോസിൽ വരാൻ പോകുന്നത്. ആൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ പല പല സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, എക്സ്പെരിമെന്റ് ചെയ്യുക. അതിൽ നിന്നൊക്കെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. സോ അത് തന്നെയായിരിക്കും എന്റെ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഫുൾ വീഡിയോ ആയിട്ട് കാണാൻ പോകുന്നത്. ഞാൻ ഓരോ എക്സ്പെരിമെന്റ് ചെയ്യുന്നതും അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടും കാര്യങ്ങളും, ഈ കൊമേഴ്സ് ട്രൈ ചെയ്യും, പിന്നെ അതുപോലെ ഡ്രോപ്പ് ഷിപ്പിംഗ് ട്രൈ ചെയ്തിട്ടുണ്ട്, പിന്നെ അതുപോലെ നമ്മൾ ഇനി അടുത്ത പല പല സാധനങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, എനിക്ക് വീഡിയോസ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും ചെയ്യുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ലിസ്റ്റിലുള്ള ഒരു കാര്യമാണ് ഫേസ്ബുക്ക് ആഡ്സ് ചെയ്യാന്നുള്ളത്. ഫേസ്ബുക്ക് ആഡ്സിൽ ഈ പറഞ്ഞ പോലെ ലീഡ്സ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ക്യാമ്പയിൻ റൺ ചെയ്ത് നോക്കണം. അപ്പൊ അതൊരു ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്കത് ട്രൈ ചെയ്യാം. അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടാവും, അത് നടപടിയാവോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് ലെറ്റ്സ് സീ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ എന്തായാലും.